ഫ്രണ്ട്സ്, കല്ലൂർ സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു വിശേഷമുണ്ട്. ഇന്ന് എൻ്റെ കല്യാണിയുടെ ബർത്ത്ഡേ ആണേ. അപ്പോൾ കല്യാണിക്ക് വേണ്ടി ചെറിയൊരു സദ്യയൊക്കെ തട്ടി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് പായസം സേമിയ മതി എന്ന് പറഞ്ഞു. അതെനിക്ക് ജോലിക്ക് എളുപ്പമുള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും സേമിയ പായസം ഒന്ന് വയ്ക്കാം. നമ്മളൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വറ്റി പോട്ടേ എന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ ഇനി അതിലോട്ട് പാലൊഴിച്ച് കൊടുക്കാം. പാൽ നമ്മൾ പാക്കറ്റ് പാൽ വാങ്ങിയതാണ്. ഇവിടെ അടുത്ത് സൊസൈറ്റി പോലത്തെ ഒരു കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങുന്നതാണ്. എന്നാൽ നമ്മൾ അരിച്ചെടുക്കണം. ഏത് പാലായാലും അരിച്ചെടുക്കുന്നതാണ് നല്ലത്. വീടിൻ്റെ അടുത്തോട്ടൊന്നും നമുക്ക് പശുവുള്ള വീടുകളില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് സ്ഥിരം പാൽ വാങ്ങുന്നത്. അപ്പോൾ ഈ മിക്സാണ് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നത്. ഇത് നേരത്തെ പൊട്ടിച്ച് വയ്ക്കാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം കല്യാണി അതിൻ്റെ അകത്ത് കിടക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇതൊക്കെ അടിച്ചു മാറ്റുന്ന പ്രധാനമായിട്ടുള്ള ഒരാളാണ് ഇവിടെ. ക്യാഷിന് അത്ര കുഴപ്പമില്ല, പക്ഷേ കല്യാണി അങ്ങനെയാണ്. അപ്പോൾ അവർ 1 ലിറ്റർ പാൽ 1.5 ലിറ്റർ പാല് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 1 ലിറ്റർ പാലേ വാങ്ങിയിട്ടുള്ളൂ. അതിൽ നമുക്ക് ആരും അറിയണ്ട, 500 വെള്ളവും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പം കയ്യിന് പോകുമായിരുന്നു. എനിക്ക് കല്യാണി തന്നെ കൊല്ലുകയും ചെയ്യുമായിരുന്നു. കാരണം കല്യാണി സേമിയ പായസം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. അത് ഞാൻ ചെറിയ രീതിക്കൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഒരു സദ്യ തട്ടി കൂട്ടിയതായിരുന്നു. ഇപ്പം പാല് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലോട്ട് ഇനി സേമിയ മിക്സ് കൂടി ഇട്ട് കൊടുക്കാം. അല്ല, ഒറ്റ കയ്യിലുള്ള അഭ്യാസം വരുന്നേ. എൻ്റെ അസിസ്റ്റൻറ്റ് കല്യാണി ഈ സമയം തുണി വിരിക്കാൻ പോയിരിക്കുമായിരുന്നു ക്യാമറ. അതുകൊണ്ട് ഞാൻ ഒറ്റ കയ്യിൽ വെച്ച് തന്നെയാണ് ഈ വീഡിയോ എടുത്തത്. ഈ വീഡിയോയിൽ വന്ന എല്ലാ പോരായ്മകളും നിങ്ങൾ ക്ഷമിച്ചോളുക. അപ്പോൾ നമുക്ക് എല്ലോട്ടിനി മിക്സ് ഇട്ട് കൊടുക്കാം. വയ്ക്കാൻ നല്ല ഏറ്റവും എളുപ്പമുള്ള പായസമാണ് കേട്ടോ നമ്മൾ ഈ മിക്സ് വയ്ക്കുന്നത്. എന്നാലും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് അടി പിടിക്കാനും സാധ്യതയുണ്ട്. കാരണം ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലല്ലേ വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ വെങ്കലത്തിൻ്റെയൊക്കെ ചെറിയ ഉരുളി പോലെ ഉണ്ടെങ്കിൽ അതിൽ വയ്ക്കാമായിരുന്നു. പക്ഷേ അതൊക്കെ വലുതേ ഇരിപ്പുള്ളൂ. അതാണ് ഞാൻ ഈ സ്റ്റീലിൻ്റെ പാത്രം തന്നെ എടുത്തത്. ഇത് വലിയൊരു പാത്രമാണ്, ഇത്രയുടെ ആവശ്യമില്ല. പിന്നെ പാല് പൊങ്ങി കളയാതിരിക്കാൻ വേണ്ടി ഇതെടുത്തതന്നേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഇതുപോലെ പായസം വെച്ചപ്പോൾ അടി പിടിച്ചായിരുന്നു. അതുകൊണ്ട് കുറച്ച് പാത്രം ഒന്ന് വലുതാകുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. അതിൻ്റെ അകത്ത് കിടന്നുള്ളല്ലോ, പൊങ്ങി കളയേയില്ല. നമ്മൾ സേമിയ മിക്സ് ഏതാണ്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടി 2-3 അല്ലി ഏലക്ക തല്ലിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹോർലിക്സ് 2 കവർ ഹോർലിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5ൻ്റെ പാക്കറ്റാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരണുണ്ട്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റുമാണ് നമ്മൾ അങ്ങനെ ഇടുമ്പോഴത്തേക്കും. അടിപൊളി സേമിയ പായസം തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കല്യാണി കേശും അച്ഛനും ഒക്കെ വന്നു. ഒരു കുഞ്ഞ് പീസ് കേക്ക് വാങ്ങിക്കൊണ്ടുവന്നു. കല്യാണി കേക്ക് വേണ്ടാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും അപ്പോൾ ഒരു കുഞ്ഞ് പീസ് കേക്ക് വാങ്ങിക്കൊണ്ട് കൊടുത്തു. ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടുന്ന പീസുണ്ടല്ലോ, അതിൻ്റെ ഒരു പീസോ 2 പീസോ എന്തോ വാങ്ങിക്കൊണ്ട് കൊടുത്തു. അവളങ്ങനെ അത് കേക്ക് കട്ടും ചെയ്തു. പിന്നെ ഞാൻ സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഞാൻ ചോറ്, പരിപ്പ്, പപ്പടം, ഇഞ്ചി, നാരങ്ങയില്ലേ കേട്ടോ, മാങ്ങ, കിച്ചടി, തോരൻ, അവിയൽ, എൻ്റെ കൂട്ടുകറി. അപ്പോൾ പിന്നെ വേണ്ടെന്നൊക്കെ പറഞ്ഞത് ഭയങ്കര അങ്ങ് ഇഷ്ടമായി കേട്ടോ. അതിൻ്റെ ബോളിയും പായസം ആയിരുന്നേ, അടിപൊളി ടേസ്റ്റായിരുന്നു. ഇത് ഞങ്ങളുടെ ചെറിയൊരു സന്തോഷമായിരുന്നു കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.